നമസ്കാരം. ഉത്തരം ചാനലിലേക്ക് സ്വാഗതം. കടക്കെണിയിൽപ്പെട്ടവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോകളൊക്കെ മുഴുവൻ കാണുക. അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കെണിയിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കായിട്ട് പൊതുവെ എല്ലാവരും കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പൂവ് ഇറുക്കുന്ന ലാഘവത്തോടെ ഇത് തീർക്കാവുന്നതാണ്. സംഭവം ഈ വീഡിയോയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പിന്നെ വിവിധ പെൻഷൻകാർക്കുമൊക്കെ ഇത് ശമ്പളവും പെൻഷനും മുടങ്ങുമോ ഇല്ലയോ എന്നുള്ള ഒരു പ്രശ്നമാണ്. അതായത് നമുക്കൊക്കെ അറിയാം, കടമെടുത്താണ് കേരള ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത്, പെൻഷനും കൊടുക്കുന്നത്. അത് തന്നെ പല ആനുകൂല്യങ്ങളും, അതായത് വലിയ എമൗണ്ടുകൾ ആണ് പറയുന്നത്, കൊടുക്കാൻ കുടിശ്ശിക കിടക്കുകയാണ്. അപ്പോൾ ഇത് കടം കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും കടമെടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കും. പക്ഷെ കടം കിട്ടാതെ വന്നാലോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതായത് ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്ത് സംഭവിച്ചത് അതാണ്. അതായത് ഗവൺമെൻറ് കടമെടുത്ത് ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിന് ആരും കടം കൊടുക്കാതായി. ഓക്കെ, അവിടെ വലതുപക്ഷ ഗവൺമെൻറ്റൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇത് അവിടുത്തെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായും തകർന്നപ്പോൾ അവർ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റി. പക്ഷേ അവർക്കും ഈ പ്രോബ്ലം തീർക്കാൻ പറ്റിയിട്ടില്ല. ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ജപ്പാനും നേരിടുന്നത്. അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 291%. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം, GDP എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപ്പാദനം എന്ന് ലളിതമായിട്ട് പറയാം. അത് തമ്മിലുള്ള ഒരു അന്തരം റേഷ്യോ ഒരിക്കലും 90% കൂടാൻ പാടില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ലോകത്തിൻ്റെ തന്നെ ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ 288% കടന്നിരിക്കുകയാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വിവരമല്ല, വേൾഡിൻ്റെ കാര്യം പറഞ്ഞത്, എല്ലാ രാജ്യങ്ങളുടെയും പറഞ്ഞത്. അത് ഏകദേശം ഈ 2023-24 കാലഘട്ടത്തിലെ ഏറ്റവും ഒടുവിലത്തെ ലഭ്യമായ വിവരമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലോകം തന്നെ കടക്കെണിയിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 92.71%. ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയുടെ 124%. ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെ 100%-ന് മേളിൽ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഉള്ളതാണ്. ചൈനയും ജർമ്മനിയും മാത്രമാണ് 100-ൽ താഴെ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഉള്ള പ്രധാനപ്പെട്ട സമ്പന്ന രാജ്യങ്ങൾ. പക്ഷേ യഥാർത്ഥത്തിൽ പകുതിയിലധികം രാജ്യങ്ങളും ഈ 90% കടന്നു നിൽക്കുകയാണ് അവരുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ. പിന്നെ നമുക്ക് ശ്രീലങ്കയിലെ കാര്യം അറിയാം. ഓക്കെ, അത് അനിയന്ത്രിതമായ രീതിയിൽ കൈവിട്ടു പോയി. അതുപോലുള്ള രാജ്യങ്ങൾ നിരവധിയുണ്ട്. അത് പൊതുവെ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല. അപ്പോൾ ഈ മാധ്യമങ്ങൾ ഒരെണ്ണവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ കടക്കെണിയിൽപ്പെട്ടവരെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അവസ്ഥ ഭീകരമാണ്. നബാർഡിൻ്റെ കണക്കനുസരിച്ച് തന്നെ 65%-ലധികം
മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ്. പക്ഷേ ഈ നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്ത അവരുടെ കണക്കും കൂടെ കൂട്ടുമ്പോൾ കടക്കെണിയിലായ മലയാളി കുടുംബങ്ങളുടെ ശതമാനം 80% കടക്കുമെന്നാണ് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഞങ്ങൾ നെറ്റിനകത്ത് സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം 5 ലക്ഷം കോടി രൂപയോളം അടുത്ത് നിൽക്കുകയാണ്. ഔദ്യോഗിക കണക്ക് തന്നെ. അനൗദ്യോഗിക കണക്കും പിന്നെ ഈ കൊടുക്കാനുള്ള കുടിശ്ശികയും അതും എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ 6 ലക്ഷം കോടി കവിയുമെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അതെല്ലാം തന്നെ മലയാളത്തിലെ മനോരമ, അതുപോലെ തന്നെ ടൈംസ് ഓഫ് ഇന്ത്യ, അതുപോലൊക്കെയുള്ള മാധ്യമങ്ങളാണ് ഈ 6 ലക്ഷം കോടിയിൽ കവിയുമെന്നുള്ള കണക്കുകൾ പറയുന്നത്. എന്തായാലും ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കടം കിട്ടിയാണെങ്കിൽ കേരള ഗവൺമെൻറ് ശമ്പളം കൊടുക്കും. കിട്ടാതെ വരുന്ന ഒരവസ്ഥ വന്നാലോ? ഗ്രീസിന് ആരും കടം കൊടുക്കത്തില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ 6 ലക്ഷം കോടിയൊക്കെ കടമുള്ള കേരള ഗവൺമെൻറ് ആരാണാവോ വീണ്ടും വീണ്ടും കടം കൊടുക്കുന്നത്? അപ്പോൾ കടം കിട്ടാത്ത ഒരവസ്ഥ വരുമോ? അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതാണ്. ഞാനൊരു 17 വർഷം മുമ്പ് തന്നെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഈ സിസ്റ്റം അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വില കൂടുന്നതനുസരിച്ച് ആരുടെയും വരുമാനം കൂടുന്നില്ല. അതായിരുന്നു എൻ്റെ ഒരു പ്രധാന പോയിൻ്റ്. ഈ സിസ്റ്റം അശാസ്ത്രീയമാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടെങ്കിലും പോയി ഇടിച്ചു നിൽക്കും. ഈ പെട്രോളില്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി നിൽക്കുമല്ലോ, ഏതാണ്ട് അതുപോലെ ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ ചെന്ന് എൻജിൻ ഇടിച്ച് നിൽക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം? അതായത് നമുക്കറിയാം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ ശമ്പളമൊക്കെ വർഷാവർഷം കൂടുന്നുണ്ട് ഏകദേശം. അത് പക്ഷേ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും വിലക്കയറ്റം അനുസരിച്ചാണ് ഇവരുടെ ശമ്പളം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10% വെച്ച് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പോയിൻ്റ്, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനും ശ്രദ്ധിച്ചിട്ടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫാക്ടറാണത്. അതായത് ഭൂമിയുടെ വില കൂടുന്നതനുസരിച്ച് ആരുടെയും വരുമാനം കൂടുന്നില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഇവിടുത്തെ ഈ ഏരിയയിൽ, അതായത് കൊല്ലം കളക്ടറേറ്റിനടുത്താണ് എൻ്റെ വീട്. ഏകദേശം 15 ലക്ഷത്തിലധികമാണ് ഒരു സെൻറ്റിന് മാർക്കറ്റ് വില തന്നെ. മോഹവില ചോദിക്കുന്നവർ സെൻറ്റിന് 25 ലക്ഷം വരെ ഒക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാർക്കറ്റ് വില അനുസരിച്ച് സെൻറ്റിന് 15 ലക്ഷം, അതിന് മേലിലാണ്. ഓക്കെ, ഏകദേശം ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ഏകദേശം ഒരു 6 മാസത്തിന് മുമ്പ് ഒരു വസ്തു കച്ചവടം നടന്നത് 16.5 ലക്ഷം രൂപ ഒരു സെൻറ്റിന് എന്നുള്ള ഇതിലാണ്. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവ് ഈ വസ്തു വാങ്ങിക്കുമ്പോൾ സെൻറ്റിന് 4167 രൂപ മാത്രമായിരുന്നു, ഏകദേശം 1980. ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വില തന്നെ 15 ലക്ഷത്തിലധികമാണ് സെൻറ്റിന്. അപ്പോൾ എത്ര ശതമാനം കണക്ക് കൂട്ടി ഞാൻ വെറുതെ തല പെരുപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് അശാസ്ത്രീയമായിട്ട് ഈ ഭൂമിയുടെ വില കൂടിയാണ്, സ്വർണത്തിൻ്റെയും. ഓക്കെ, അപ്പോൾ ഈ സ്വർണത്തിൻ്റെയും ഭൂമിയുടെയൊക്കെ വില കൂടുന്നതനുസരിച്ച് ആരുടെയും വരുമാനം കൂടുന്നില്ല.
സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും. അപ്പോൾ എൻ്റെ ഈ വീടും സ്ഥലവും ഏകദേശം ഒരു 10 സെൻറ്റുണ്ട്, വീടും സ്ഥലവും കൂടി വിൽക്കുകയാണെങ്കിൽ മോഹവില അനുസരിച്ച് 3 കോടിയിലധികം രൂപ ചോദിക്കാം. എങ്കിലും സെൻറ്റിന് 15 ലക്ഷം വെച്ചാണെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട് വരും. 1 കോടിയിലധികം രൂപ വരും. ഇതാർക്ക് വാങ്ങിക്കാൻ പറ്റും? ഇപ്പോൾ കൊല്ലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വാങ്ങിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ ലോൺ എടുത്ത് EMI അടച്ച് ഒക്കെ ആയിരിക്കും എടുക്കുക. റെഡി ക്യാഷിലൊന്നും ആർക്കും മേടിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ സംഭവം ഇതാണ്, ആരെങ്കിലും ഒരാൾ ഇത് വാങ്ങിച്ചെന്ന് ഇരിക്കട്ടെ, അയാൾക്ക് ഈ മാസത്തവണ അടച്ച്, അതായത് EMI അടച്ച് കഴിയുമ്പോഴത്തേക്ക് അയാളുടെ ശമ്പളം ഏതാണ്ട് തീർന്നിരിക്കും. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ വില കൂടുന്നതനുസരിച്ച് ആരുടെയും വരുമാനം കൂടുന്നില്ല. അത് കുറേ കൂടി ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ വില കൂടുന്നതനുസരിച്ച് ആരുടെയും പർച്ചേസിങ് പവർ, വാങ്ങൽ ശേഷി കൂടുന്നില്ല. അപ്പോൾ ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോൾ ഈ പർച്ചേസിങ് പവർ, വാങ്ങൽ ശേഷി പൂജ്യമാവും. ഓക്കെ, ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പണ്ട് 17 വർഷം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഇത് അശാസ്ത്രീയമാണ്. അതുകൊണ്ടുകൂടി തന്നെയാണ് നൂറ്റാണ്ടുകളായി 50% ജനങ്ങൾ ലോകത്ത് അർത്ഥപട്ടിണിയിലോ മുഴുപട്ടിണിയിലോ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവം ഇത് 5000 കൊല്ലത്തോളമായി ഈ മോണിറ്ററി സിസ്റ്റം, അതായത് കറൻസി ബേസ്ഡ് സിസ്റ്റം നിലവിൽ വന്നിട്ട്, പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം വന്നിട്ട്. അപ്പോൾ അന്ന് മുതൽ ഈ ക്രൈസിസ് നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാണ്? എല്ലാം കൈവിട്ടു പോയി. ഇതൊന്നും മലയാള ചാനലുകളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് എന്നെപ്പോലൊരു നിസ്സാരനായ ഒരു വ്യക്തിക്ക് ഇത് ജനങ്ങളുടെ ഇടയിൽ സംസാരിക്കേണ്ടി വരുന്നത്. അത് തന്നെ ഞങ്ങൾ ഈ പ്രോബ്ലത്തിന് ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡായിട്ട് അത് പറയുന്നില്ല. അത് പറയാനാണെങ്കിൽ 3 മണിക്കൂർ എടുക്കും. അത് പറഞ്ഞാൽ തന്നെ സാധാരണക്കാരനും മനസ്സിലാവത്തുമില്ല. എന്തായാലും ആ ആശയം ഇങ്ങനെ വരുന്നു. അത് സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ മറ്റ് പല വീഡിയോയിലും പറഞ്ഞു. അപ്പോൾ സംഭവം ഈ കേരള ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരുമോ? വന്നേക്കാം. കാരണം അശാസ്ത്രീയമായൊരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ പർച്ചേസിങ് പവർ, ജനങ്ങളുടെ പർച്ചേസിങ് പവർ പൂർണ്ണമായും ഇല്ലാതാവും, 0 ആവും. അപ്പോൾ അതിൻ്റെ കൂടെ കേരള ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത ഒരവസ്ഥ വന്നാലോ? അതും വരാം. ആരും കടം കൊടുക്കത്തില്ല. ഇപ്പോൾ എനിക്ക് ഒരു 5 കോടി രൂപയുടെ കടമുണ്ടെന്ന് വെക്കുക. എൻ്റെ ആസ്തി 4 കോടിയേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആരെങ്കിലും എനിക്ക് കടം തരുമോ? ബുദ്ധിയുള്ള ആരും കടം തരില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 1 രൂപ പോലും കടമില്ല, ശരി. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക്, എന്നെപ്പോലെ ഒരു നിസ്സാരനായ ഒരു സാധാരണക്കാരന് ഈ വിഷയം വെച്ച് സംസാരിക്കേണ്ടി വരുന്നത് മറ്റാരും ഇതിനൊരു സൊല്യൂഷൻ പറയാത്തത് കൊണ്ടാണ്. ഇപ്പം ലോകം തകർന്നിരിക്കുകയാണ്. ലോക സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു അതിതീവ്ര സ്വഭാവത്തോടു കൂടി
കാര്യങ്ങളൊക്കെ മാറി മറിയും. അത് ഏത് സെക്കൻഡിലും സംഭവിക്കാം. ഇപ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ ഒരു ഡോളർ ഇൻഡെക്സ് ഉണ്ട്. അതായത് ഇന്ത്യയുടെ രൂപയും ഡോളറുമായിട്ടുള്ള വില വ്യത്യാസമല്ല ഞാൻ ഈ പറയുന്നത്. അതിനേക്കാൾ പ്രാധാന്യമുള്ളത് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ കറൻസികളുമായിട്ടും അമേരിക്കൻ ഡോളറിനുള്ള ഒരു സ്റ്റാറ്റസിനാണ് ഈ ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞു. 110 പോയിന്റ് വരെ കയറിയതാണ് കഴിഞ്ഞ ഒരു വർഷം. പക്ഷേ ഇപ്പോൾ അത് 96.38 പോയിന്റ് വരെ താഴ്ന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോൾ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട്. 96.75 മറ്റോ ആണ്. അപ്പോൾ ഡോളറിൻ്റെ മേൽക്കോയ്മ തകരുന്നു. അത് പകുതിയോളം 50% ക്രാഷ് ഉണ്ടാകാനുള്ള സാധ്യത ഏത് സെക്കൻഡിലും ഉണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ലോക സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതതിൻ്റെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ലോകം ചെന്നെത്തിപ്പെടാം ഏതു നിമിഷവും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതേസമയം ഈ ലോകം തകരുന്നു, ഡോളർ തകരുന്നു, അത് രാജ്യങ്ങൾ തകരുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ തീരും. ചൈന പോലും ഇടയ്ക്ക് പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ വലഞ്ഞ ഒരവസ്ഥ ചൈന ഗവൺമെൻറ്റിന് പോലും കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പുണ്ടായി. അപ്പോൾ അങ്ങനെ ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും സമ്പൂർണമായും സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണ്. ഏതാണ്ട് 30ഓളം രാജ്യങ്ങൾ ശ്രീലങ്കയെ പോലെ ആയുകയും ചെയ്തു. വെനിസ്വല എന്ന് പറയുന്ന രാജ്യത്ത് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്നും പറഞ്ഞാൽ, ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കയറ്റം എന്നൊക്കെ ലളിതമായിട്ട് നമുക്ക് പറയാം. അതിൻ്റെ കൂടിയ രൂപമാണ് ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സാധാരണ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇൻഫ്ലേഷൻ എപ്പോഴും 2%-നും 6%-നും ഇടയിലായിരിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ കൺട്രോളിലാണ്. പക്ഷേ ഈ വെനിസ്വലയിലെ ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ ഒരു പ്രത്യേക സമയത്ത് 100,000% 6% വരെ ഓക്കെയാണ്. പക്ഷേ ഈ വെനിസ്വലയിലെ കാര്യം 100,000% വരെയായി. മനസ്സിലായില്ലേ? അതായത് സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ടും തകരുകയാണ്. കാരണം ഇത് പറഞ്ഞു വരുമ്പോൾ ഇത് അശാസ്ത്രീയമാണ്, അൺസയൻറ്റിഫിക്കാണ്. ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൊക്കെ ഈ പാൻറ്റും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് എക്കണോമിസ്റ്റുകളൊക്കെ വലിയ ജാടയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കടക്കണി ലോകം കടക്കണിയിലാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും മൊത്തം കടം ഏകദേശം 28,000 ലക്ഷം കോടി രൂപയാണ്. ഇവരുടെ വരുമാനം അതല്ലെങ്കിൽ GDP എന്ന് പറയുന്നത് ഏകദേശം 9,500 ലക്ഷം കോടി രൂപ മാത്രമാണ്. ഡെപ്റ്റ് ടു GDP റേഷ്യോ ഏകദേശം 288%. ഈ അവസ്ഥയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ ആർക്കും അറിയില്ല. ഒരു സാമ്പത്തിക വിദഗ്ധനോ ഒരു രാഷ്ട്ര നേതാവിനോ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അമേരിക്കൻ സായിപ്പന്മാർക്ക് പോലും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. എല്ലാവരും കൈമലർത്തി നിൽക്കുകയാണ്. ഇത് അശാസ്ത്രീയമാണെന്നുള്ളതിന് വേറെ എന്ത് തെളിവുണ്ട്? ഞങ്ങൾ പറയുന്നത് ഇതാണ്. ലോകത്തിലെ ഏതെങ്കിലും ഒരു സാമ്പത്തിക വിദഗ്ധനോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്ര നേതാവോ എഴുന്നേറ്റ് നിന്ന് പറയുക, ഇവിടെ ഒരു പരിഹാരമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കാം. ഒരു ഈഗോയും ഇല്ല.
ഞങ്ങൾക്ക്. പക്ഷേ അതാരും പറയുന്നില്ല. അപ്പോൾ ആരും പറയാത്തത് പറയാൻ ആരെങ്കിലും വേണം. ഇതിപ്പോൾ ഞാൻ ജീസസ് സാംബശിവൻ കഴിഞ്ഞ 34 വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാശയമുണ്ട്, കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്നൊരു ആശയം. അതുകൊണ്ട് ആ ആശയം വെച്ചിട്ട് ഈ പറഞ്ഞ കടം 21,000 ലക്ഷം കോടി രൂപയുടെ കടവും ഇന്ത്യയുടെ മൊത്തം കടമായ 317 ലക്ഷം കോടിയുടെ കടവും നമ്മുടെ കേരളത്തിൻ്റെ 6 ലക്ഷം കോടിയുടെ കടവും ഒക്കെ 1 സെക്കൻഡ് കൊണ്ട് തീർക്കാമെന്ന് മാത്രമല്ല, വ്യക്തികളുടെ കടവും 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. ഈ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നതൊന്നും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. വെറും 1 സെക്കൻഡ് കൊണ്ടാണ് ഇത് തീർക്കാമെന്ന് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാർക്കും ഞങ്ങൾ പറയുന്നത് അല്പം ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശയം ആയതുകൊണ്ട് സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ലെന്ന് മാത്രമല്ല, വിദ്യാഭ്യാസമുള്ളവർക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. എങ്ങനെ ഒരു വാക്കുകൊണ്ടോ 1 സെക്കൻഡ് കൊണ്ടോ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കില്ല. എങ്കിലും സാമ്പത്തിക വിദഗ്ധർ നിരവധി പേര്, ആയിരക്കണക്കിന് സാമ്പത്തിക വിദഗ്ധർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി അല്പം ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും ഞാൻ ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഞാൻ ഇതിൻ്റെ നിർവചനം മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കാം. പക്ഷെ സംഭവം ഇതാണ്, കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരനും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരനും ലോകത്തിലെ ഒരു സാമ്പത്തിക വിദഗ്ധനോ ഒരു രാഷ്ട്ര നേതാവിനോ അറിയില്ല ഈ കടം എങ്ങനെ തീർക്കണമെന്നാണ്. ആ സമയത്താണ് ഞങ്ങൾ പറയുന്നത് 1 സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്നത്. പക്ഷെ ഈ സിസ്റ്റത്തിൽ പറ്റില്ല. സിസ്റ്റം മാറണം. ഇത് അശാസ്ത്രീയമാണ്. അതായത് ശ്രീ പിണറായി 2018 പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ഫണ്ടില്ല, പണമില്ല. എന്താണ് തടസ്സം? സഖാവ് പിണറായിയോട് ഞങ്ങൾ ചോദിക്കുക, എന്താണ് തടസ്സം? പണമാണ് വികസനത്തിന് തടസ്സം. അപ്പോൾ ആ പണം എന്ന് പറയുന്ന തടസ്സം മാറ്റി പുതിയൊരു കറൻസി ഇല്ലാത്ത, പണമില്ലാത്ത ഒരു വ്യവസ്ഥയിലേക്ക് മാറുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം ഒറ്റ അടിക്ക് റെഡിയാക്കിയിട്ട് തരാം. അതായത് 100 ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തായാലും അതിൻ്റെ ഒരു നിർവചനം മാത്രം ഞാൻ ഇതിനകത്ത് പറയാം. ഇതിൻ്റെ ചെറിയ വിവരണങ്ങളൊക്കെ മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് ഞങ്ങളത് ആവർത്തിക്കുന്നില്ല. തൽക്കാലം അതിൻ്റെ നിർവചനം മാത്രം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ തല ഊരുകയാണ്. പക്ഷേ ഞങ്ങൾ ഇനിയും വരും. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ വേണം ഇത് ഡീറ്റെയിൽഡായിട്ട് പറയാൻ. എങ്കിലും അതിൻ്റെ നിർവചനം പറയാം. ഭൂമിയിലെ പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സും ടെക്നോളജിയും മാൻ പവറും പണത്തിൻ്റെ തടസ്സമില്ലാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയിലൂടെ നമുക്ക് ലോകത്തെ ദാരിദ്ര്യം മാറ്റാമെന്ന് മാത്രമല്ല, 100 ദിവസം കൊണ്ട് ലോകത്തിൻ്റെ GDP, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഉൽപ്പാദനം, GDP വർധനവിൻ്റെ ശതമാനം 50% മുതൽ 500% വരെ ആക്കാം ഈ കറൻസി രഹിത വ്യവസ്ഥ കൊണ്ട്. ഓക്കെ, എന്തായാലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ അല്പം കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, ഇതെന്തുവാണ് സംഭവം എന്നുള്ളത്. പക്ഷേ 99% പേർക്ക് ഇത് മനസ്സിലാവില്ല.
ഈ ആശയം. കാരണം എന്ന് പറഞ്ഞാൽ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആശയമാണ്. അത് തന്നെ വിശദമായിട്ട് സംസാരിക്കണമെങ്കിൽ 3 മണിക്കൂർ വേണം. അത് വെറും 2 മിനിറ്റ് കൊണ്ട് ഒന്ന് പറഞ്ഞു വരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ സിസ്റ്റത്തിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതിൽ തന്നെ ഏകദേശം 6 സ്റ്റെപ്പുകൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, ആയിരക്കണക്കിന് സ്റ്റെപ്പുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. കറൻസി രഹിത വ്യവസ്ഥ, കറൻസി ഫ്രീ സിസ്റ്റം, CFS. ഓക്കെ, ഭൂമിയിലെ ഓരോ തരി മണ്ണും ഓരോ തുള്ളി വെള്ളവും വ്യാപാര വ്യവസായ ശാലകളും ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ വരുത്തുക. ഇതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ നിയമങ്ങളും മാറ്റിയെഴുതുക. കറൻസി നിർത്തലാക്കുക. പകരം ജോലിയുടെ ചെറുപ്പം അനുസരിച്ച് ജോബ് കാർഡ് നൽകുക. ഇത് സിമിലർ ടു ഡെബിറ്റ് കാർഡ് ഓർ ഇലക്ട്രോണിക് കാർഡ്. ഈ കാർഡ് അനുസരിച്ച് പല അളവുകളിലും പല നിലവാരങ്ങളിലും നിയന്ത്രിത അളവുകളിലും എല്ലാ അവശ്യ സാധനങ്ങളും പൗരന്മാർക്ക് സൗജന്യമായി ഗവൺമെൻറ്റിന് നൽകാൻ സാധിക്കണം. ഈ കാർഡ് ഓരോ മാസവും പുതുക്കാൻ നിബന്ധന വെക്കുക. ഒരു മാസം മിനിമം 160 മണിക്കൂർ ഒരാൾ ജോലി ചെയ്തിരിക്കണം എന്ന നിബന്ധന വെക്കുക. ഇതിൽ വിലക്കയറ്റമില്ല, ഇൻഫ്ലേഷനില്ല, റിസഷനില്ല. പർച്ചേസിങ് പവർ കോൺസ്റ്റൻ്റ് ആണ് എപ്പോഴും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ. ഇത് വിദ്യാഭ്യാസം ഉള്ളവർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നല്ല ഗ്രാഹ്യമുള്ള സാമ്പത്തിക വിദഗ്ധരും മറ്റും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് മനസ്സിലായി. ഇതിനേക്കാൾ ചെറിയൊരു ലഘുലേഖയാണ് ഞാൻ പണ്ട് സാമ്പത്തിക വിദഗ്ധർക്ക് അയച്ചു കൊടുത്തത്. എന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ ലഘുലേഖയ്ക്ക് കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധരെ അനുകൂലമായ മറുപടികൾ അയച്ചു. കാരണം ഇതിൻ്റെ പൊട്ടൻഷ്യൽ അവർക്ക് മനസ്സിലായി. പക്ഷെ സാധാരണക്കാർക്ക് മാത്രമല്ല, വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന പലർക്കും ഇത് മനസ്സിലാവുന്നില്ല. പക്ഷേ മനസ്സിലാവുന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഇത് മോശമാണെന്നല്ല അതിനർത്ഥം. അവർക്ക് മനസ്സിലാവുന്നില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ഓക്കെ, ഇതിൻ്റെ നേട്ടങ്ങളൊക്കെ വലിയ നേട്ടങ്ങളാണ്. കടങ്ങൾ തീർക്കാവുന്ന മാത്രമല്ല, GDP, ഉൽപാദനം, മൊത്ത ആഭ്യന്തര ഉൽപാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതൊക്കെ 50% മുതൽ 500% വരെ ആക്കാവുന്ന മാത്രമല്ല, 2 ദിവസം കൊണ്ട് 160 കോടി വീടുകൾ നിർമ്മിക്കാം ₹1 ചെലവില്ലാതെ. ഇതൊക്കെ കേട്ട് പലരും എനിക്ക് തലയ്ക്ക് വട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പല വീഡിയോകളിലും അതിന് മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ കടക്കുന്നില്ല. അതുപോലെ തന്നെ 1 സെക്കൻഡ് കൊണ്ട് വ്യക്തികളുടെയും രാജ്യങ്ങളുടെയും ലോകത്തിൻ്റെയും കടം തീർക്കാം. ₹1 ചെലവില്ലാതെ 30 ദിവസം കൊണ്ട് ലോകത്തെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം, പാലങ്ങളും റോഡുകളും ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ നവീകരിക്കാം. കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം ₹1 ചെലവില്ലാതെ. ഇതൊക്കെ വിശദീകരിക്കാൻ മണിക്കൂറുകൾ എടുക്കുമെങ്കിലും ഞാനൊന്ന് ശ്രമിക്കുകയാണ്. 1-2 മിനിറ്റ് കൂടി. ഓക്കെ, ഈ 160 കോടി വീടുകൾ പൈസ ഇല്ലാതെ എങ്ങനെ നിർമ്മിക്കും? അത് 2 ദിവസം കൊണ്ട്. എലോൺ മസ്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ബിൽഡിംഗ് പാർട്സ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള വീടുകൾ വെറും 2 ദിവസം കൊണ്ട് നിർമ്മിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. 2 ദിവസം തന്നെ തീർത്തും വേണ്ട, 36 മണിക്കൂർ മതി ഒരു വീട് സെറ്റ് ചെയ്യാൻ, പാർട്സ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള. ഇതിന് $10,000 ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എലോൺ മസ്കിൻ്റെ കമ്പനി ചാർജ് ചെയ്യുന്നത്. ഞങ്ങളുടെ സിസ്റ്റത്തിൽ പണം വേണ്ട. ഓക്കെ, മെറ്റീരിയൽസ്, മാൻ പവർ, ടെക്നോളജി ഇവ മാത്രം മതി. പണത്തിൻ്റെ തടസ്സമില്ലാതെ ഇത് ചെയ്യാൻ പറ്റും. ജോലിക്കാർക്ക് ഈ ജോബ് കാർഡ് കൊടുക്കുക. ഓക്കെ, ശമ്പളത്തിന് പകരം. അതുപോലെ കടം, ഇന്ത്യയുടെ
മൊത്തം കടം ഏകദേശം 317 ലക്ഷം കോടി രൂപയാണ്. അതിന് തത്തുല്യമായ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ, വിവിധ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റും നിർമ്മിച്ച് ഇന്ത്യ കടം വാങ്ങിയ രാജ്യങ്ങൾക്ക് നിശ്ചിത കാലയളവിൽ നൽകി ഇന്ത്യയുടെ കടം തീർക്കാം എന്ന വ്യവസ്ഥയിൽ കടം എഴുതിത്തള്ളാം 1 സെക്കൻഡ് കൊണ്ട്. അതായത് രാജ്യങ്ങളുടെ കടം ഉൽപ്പന്നങ്ങളായി രൂപാന്തരപ്പെടുത്തുക. ഓക്കെ, വ്യക്തികളുടെ കടം. ഇപ്പോൾ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കടമുണ്ടെന്നിരിക്കട്ടെ. ഈ 10 ലക്ഷം രൂപയെ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, രൂപാന്തരപ്പെടുത്തുക. എന്നിട്ട് ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര മാസം ജോലി ചെയ്താൽ ആ കടം തീർന്നതായി പരിഗണിക്കാം എന്ന് ഉള്ള വ്യവസ്ഥയിൽ നിങ്ങളുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. ഓക്കെ, അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങൾ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം നമുക്ക്. കാരണം നെല്ല് വിതച്ച് വിള കൊയ്യാൻ 90 ദിവസം മുതൽ 110 ദിവസം വരെ മതി. ഏകദേശം 100 ദിവസം. നെല്ല് മാത്രമല്ല, മിക്കവാറും എല്ലാ കാർഷിക വിളകളും ഏകദേശം 100 ദിവസം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഞങ്ങളുടെ സിസ്റ്റത്തിൽ കൃഷി വികസിപ്പിക്കാൻ പണം വേണ്ട. വിത്തും വളവും, അതായത് നാച്ചുറൽ റിസോഴ്സസും ടെക്നോളജിയും മാൻ പവറും മാത്രം മതി. പണം വേണ്ട. പണത്തിൻ്റെ തടസ്സം മാറ്റുന്നു. ഓക്കെ, അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്ര വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കുക. എത്ര വേണമെങ്കിലും 500%, അതായത് ഏകദേശം 5 ഇരട്ടി ഉൽപ്പാദിപ്പിക്കാം ഇന്നത്തേതിൽ നിന്ന്. അതൊക്കെ വെച്ചാണ് ഈ GDPയുടെ കണക്കൊക്കെ ഞങ്ങൾ പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ 62 ലക്ഷം കിലോമീറ്റർ റോഡുണ്ട്. ഈ 62 ലക്ഷം കിലോമീറ്റർ റോഡിനെ 100 കിലോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 62,000 എന്ന് കിട്ടും. 62,000 ഗ്രൂപ്പ് തൊഴിലാളികൾ കൊണ്ട് ദിവസം 1 കിലോമീറ്റർ റോഡ് നവീകരിച്ചാൽ 100 ദിവസം കൊണ്ട് 62 ലക്ഷം കിലോമീറ്റർ റോഡ് നവീകരിക്കാം. 1,86,000 ഗ്രൂപ്പ് തൊഴിലാളികൾ കൊണ്ടാണെങ്കിൽ 30 ദിവസം കൊണ്ടും ഇത് സാധിക്കാം. ഓക്കെ, ഇത് വിശദീകരിക്കാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഭൂരിപക്ഷം പേർക്കും മനസ്സിലായി കാണത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും സംഭവം ഇങ്ങനൊരു ആശയമുണ്ട്. അതുപോലെ തന്നെ ഏതു വിധേനയും ജനങ്ങളുടെയും രാജ്യങ്ങളുടെയും കടം തീർക്കാം എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന്, അതായത് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ കടക്കെണിയിലാണ്. ഓക്കെ, ഈ കടക്കെണിയിൽ നിന്ന് ഇവരെ രക്ഷിക്കുക ഏതു വിധേനയും. ഞങ്ങളത് പല മാർഗങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്, സിസ്റ്റം മാറ്റുക. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം നേടുക. കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് നിയമവിധേയമായി തന്നെ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്ക്. എന്തായാലും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല. എന്തായാലും ഞങ്ങളുടെ കൂടെ നിൽക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ നിരവധി പല കാര്യങ്ങളും ഞങ്ങളുടെ പ്രവൃത്തി പഥത്തിൽ ഇനി വരും. തീർച്ചയായിട്ടും നിങ്ങൾ കടക്കെണിയിലാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. താൽക്കാലികമായിട്ടാണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തിലെ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു സാമ്പത്തിക വിദഗ്ധനോ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. ആ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയപ്പെടുന്ന ആ നിയോഗം ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് മറ്റാരും ഇതിന് തുനിയാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ്, ശമ്പളവും പെൻഷനും കിട്ടുമോ, മുടങ്ങുമോ? അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കേരള ഗവൺമെൻറ്റിന് ആരും കടം കൊടുക്കാത്ത ഒരവസ്ഥ വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കംപ്ലീറ്റ് കുഴയും. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ അവർ
പലചരക്ക് കടക്കാരന് പൈസ കൊടുക്കത്തില്ല, വീട്ടുവാടക കൊടുക്കത്തില്ല. EMI ലോൺ എടുത്തവർ EMI അടയ്ക്കാൻ ബുദ്ധിമുട്ടുമെന്നല്ല, പറ്റത്തില്ല. അപ്പോൾ ബാങ്കുകളും പൊളിയും. ഓക്കെ. അപ്പോൾ ചുരുക്കത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടാത്തൊരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും അത് ബാക്കി എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കും. ഓക്കെ. അത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ നമുക്കെല്ലാം നൽകിയിട്ടുണ്ട്. ഭൂമിയിൽ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി സമ്പത്ത് ആവശ്യത്തിലധികം തന്നിട്ടുണ്ട്. അതൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ പ്രകൃതി സമ്പത്തും നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ടെക്നോളജിയും എല്ലാം വിവേകപൂർവം, കൗശലപൂർവം, ബുദ്ധിപൂർവം നമ്മൾ ഉപയോഗിക്കുക മാത്രമേ ചെയ്യേണ്ടൂ. അല്ലാതെ ദൈവത്തിനെ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചിട്ട് കടം തീരത്തില്ല. മറിച്ച് അത് കൗശലപൂർവം, ബുദ്ധിപൂർവം, വിവേകപൂർവം നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സസ് പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന കറൻസി രഹിത വ്യവസ്ഥ വന്നേ നോക്കൂ. ലോകത്തിലെ എല്ലാ സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരു കറൻസി രഹിത വ്യവസ്ഥയിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുന്നു. വീണ്ടും ഞങ്ങൾ വരും. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും എന്നെ നിങ്ങളുടെ സഹോദരനോ ഒരു സുഹൃത്തോ ആയി കരുതി ദയവായി എന്നോടൊപ്പം കൂടുക. നമുക്ക് ഒരുമിച്ച് വലിയൊരു സ്വപ്നം നിറവേറ്റാം. നമസ്കാരം. ശുഭദിനം.